സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരു SSLC ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 നടന്ന പരീക്ഷയുടേതാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്, ചെക്ക് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് തന്നിരിക്കുന്നത് ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര വ്യാപാരത്തിന്റെ 75% ഉൽപാദനം, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയതെന്ന്? ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ഓപ്ഷൻ സി ആണ്, 2013 മാർച്ച് 31-നാണ്. 2013 മാർച്ച് 31-നാണ് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത്. ഡേറ്റ് 2013 മാർച്ച് 31. അടുത്ത ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ തന്നിരിക്കുന്നത് കുബു, ബുഷ്മൻ, ദയാക്, ടൊറേക്. ഇതിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2ഉം 4ഉമാണ്. ബുഷ്മൻ, ടൊറേക്. ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ബുഷ്മൻ, ടൊറേക്. അടുത്ത ചോദ്യം, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി? ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടത് കൈലാസ് സത്യാർത്ഥിയാണ്. കൈലാസ് സത്യാർത്ഥി. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കുമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. സംഘകാല കൃതി ഏതാണ്? പുറനാനൂറാണ്. പുറനാനൂറ്. അടുത്ത ചോദ്യം, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം. മൂലധനം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളില് ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരനാണ് കിലിയൻ എംബാപ്പെ. കിലിയൻ എംബാപ്പെ. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രമാണ് ഐസൺ. വാൽ നക്ഷത്രത്തിന്റെ പേര് ഐസൺ. ഏത് വർഷത്തിനൊടുവിലാണ് എത്തിയത്? 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രമാണ് ഐസൺ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാലയാണ് പാർമ. സർവകലാശാലയുടെ പേര് പാർമ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനകരേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനകരേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനകരേഖാംശം. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്താണ്. 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്താണ് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്?
30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30 ഡിഗ്രി കോണീയ അളവാണ്. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ. കൃഷി അധിഷ്ഠിത വ്യവസായം. കൃഷി അധിഷ്ഠിത വ്യവസായം തന്നിരിക്കുന്നത് പഞ്ചസാര വ്യവസായം, രാസ വ്യവസായം, IT വ്യവസായം, ഇരുമ്പുരുക്ക് വ്യവസായം. പഞ്ചസാര വ്യവസായമാണ് കൃഷി അധിഷ്ഠിത വ്യവസായം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായത് വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരമാണ്. ഷിപ്കില ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരം. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് തന്നിരിക്കുന്നത് സൗരോർജം, ജൈവവാതകം, കൽക്കരി, ഭൗമ താപോർജം. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് കൽക്കരി. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? തന്നിരിക്കുന്നത് 3 പ്രസ്താവനകളാണ്. ആദ്യത്തേത്, ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഗ്രാമീണ റോഡുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായിട്ടുള്ള വസ്തുത ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1, 2 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986ലാണ്. 1986ലാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്. 1986. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം 1986. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രമാബായിയാണ്. രമാബായിയാണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? രമാബായി. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരമാണ് അഹമ്മദാബാദ് സത്യാഗ്രഹം. അഹമ്മദാബാദ് സത്യാഗ്രഹം. ഗാന്ധിജി കൈസർ-എ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഗാന്ധിജി കൈസർ-എ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഗൈഡിലിയുനെയാണ്. റാണി ഗൈഡിലിയുനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോർ സമ്മേളനത്തിലാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം.
1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് ആരെയാണ്? 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് ആരെയാണ്? വിനോബ ഭവെയാണ്. വിനോബ ഭവെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്തത് CK ലക്ഷ്മണനാണ്. CK ലക്ഷ്മണൻ. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? കേരളത്തിന്റെ വിസ്തൃതി 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ? 14 എണ്ണമാണ്. 14. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായ വർഷം 2005 ആണ്. 2005. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം ജൂൺ സെപ്റ്റംബർ ആണ്. ജൂൺ ടു സെപ്റ്റംബർ. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം 1994 ആണ്. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയത് 1994. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. 1.25 കോടി മലയാളികൾ ആരുടെ ഗ്രന്ഥമാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ എന്നത്. EMS നമ്പൂതിരിപ്പാട്. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്ത് വെച്ചാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീചഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീചഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ഘൃതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ഘൃതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് പ്രേംജി. നാടകത്തിന്റെ പേര് ഘൃതുമതി. ആരുടേതാണ് കൃതി? പ്രേംജി. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടുകൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതാണ്? മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ. 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുമാര ഗുരുദേവനാണ്. 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എവിടെ വരെയാണ്? മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കുമാര ഗുരുദേവൻ.
സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? പയ്യന്നൂരിൽ വെച്ചാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് പയ്യന്നൂര്. 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1904 അധസ്ഥിതർക്കു മാത്രമായിട്ടൊരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം? കയ്യൂർ സമരം നടന്നത് 1941 മാർച്ച് മാസം 28 കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആര്? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് AK ഗോപാലനാണ്. പട്ടിണി ജാഥ നടത്തിയത് എവിടെ നിന്ന് എവിടേക്കാണ്? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയത് ആരാണ്? AK ഗോപാലൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് തന്നിരിക്കുന്നത് സമ്മേളന സ്വാതന്ത്ര്യം, സ്വത്ത് സമ്പാദിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം. ഓപ്ഷൻ ബി ആണ് സ്വത്ത് സമ്പാദിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ്. മാഡം ബിക്കാജി കാമ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. തന്നിരിക്കുന്നു പൊതുമുതൽ സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക, സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുക. പൗരന്റെ മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠമാണ്. മൗലികാവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏത്? മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 16ാം വകുപ്പാണ്. 16ാം വകുപ്പ്. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത് എന്ന്? അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 26 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ടത് ബംഗാളി ഭാഷയിലാണ്. ബംഗാളി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. 1. ന്യായവാദാർഹമല്ല. 2. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. 3. ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം മൗലികാവകാശമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 4 എന്നിവ ശരിയാണ്. 2, 4 എന്നിവ ശരിയാണ്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ല്. ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സി. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഉഷസ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ബാക്ടീരിയയാണ്. തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗാണുവാണ് ബാക്ടീരിയ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പച്ചമുളക് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പച്ചമുളക് ഏതാണ്?
ഉജ്ജ്വലയാണ്, ഉജ്ജ്വല. സങ്കര ഇനം പച്ചമുളക്. ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? തണ്ടിൽ നിന്നുമാണ്, തണ്ട്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ പട്കർ ആണ്, മേധാ പട്കർ. ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത്? അമോണിയം ക്ലോറൈഡ് ആണ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ്. മനുഷ്യ ശരീരത്തിലെ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജമുണ്ടാകുന്നത്? മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായിട്ട് പ്രവർത്തിച്ചാണ് ഊർജമുണ്ടാകുന്നത്? ഓക്സിജനുമായിട്ടാണ്, ഓക്സിജൻ. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്, കാൽഷ്യം കാർബണേറ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? തന്നിരിക്കുന്നത് ഹൈഡ്രജനും കാർബണും എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം ഉണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായിട്ട് അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജൻ, കാർബൺ. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുമപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം? പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്നത് മഞ്ഞ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമ്പർക്കബലം ഏത്? സമ്പർക്കബലം, ഘർഷണബലം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. ഡാഷ് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 60. 82 ഓപ്ഷൻ സി 31. 83 ഉത്തരം ഓപ്ഷൻ ബി ആണ്, 5050. 84 ഓപ്ഷൻ സി ആണ് ഉത്തരം, 52. 85 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1. 86 ഓപ്ഷൻ എ ആണ് ഉത്തരം, 18. 87 ഉത്തരം ഓപ്ഷൻ ബി, 2^99. 88ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 0. 89 ഓപ്ഷൻ എ ആണ് ഉത്തരം, 80 ചതുരശ്ര സെന്റിമീറ്റർ. 90 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, 4.01. 91 ഓപ്ഷൻ ഡി, 562.54. 92 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 0.0032. 93 ഉത്തരം ഓപ്ഷൻ എ ആണ്, 15. 94 ഉത്തരം ഓപ്ഷൻ ബി ആണ്, 144. 95 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 90 ചതുരശ്ര സെന്റിമീറ്റർ. 96 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 140. 97 ഉത്തരം ഓപ്ഷൻ ബി ആണ്, 8:12:15. 98 ഉത്തരം ഓപ്ഷൻ സി ആണ്, 2500. 99 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1. അവസാനത്തെ ചോദ്യം, 100ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 287. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.